രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കരുതെന്ന് പശ്ചിമ ബംഗാൾ ബിജെപി പ്രസിഡന്റ് സാമിക് ഭട്ടാചാര്യ. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരാജയത്തെയും അദ്ദേഹം പരിഹസിച്ചു. ഇത് ടിഎംസിയുടെ ആഭ്യന്തര കാര്യമാണ്. മറ്റുള്ളവരുടെ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് മണക്കാൻ ബിജെപി ശ്രമിക്കുന്നില്ല. ടിഎംസി ഒരു രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കരുതെന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറഞ്ഞിട്ടുണ്ട്. ജോ ജിതാവോ സിക്കന്ദർ എങ്ങനെയായാലും ബൂത്തിൽ ലീഡ് നേടുന്നു. അവർ ബംഗാളിനെ ഒരു തുറന്ന വിപണിയാക്കി. അതുകൊണ്ടാണ് ടിഎംസി തോറ്റത്. അതിന്റെ ജീവിതചക്രം അവസാനിച്ചു. കഴിഞ്ഞ 7 വർഷമായി ടിഎംസിയുടെ സംഘടനയെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? പോലീസ്. അനുപം ഖേറിന്റെ തലയിൽ മുടി വീണ്ടും വളരും. പക്ഷെ ടിഎംസി 4ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അനുപം ഖേറിന്റെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ ചുരുക്കമാണ് ഞാൻ കാണാത്തത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി, അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ സ്ത്രീകൾക്ക് 1500 രൂപ വീതം ലഭിക്കുന്നതിനാൽ ടിഎംസിയെ പിന്തുണയ്ക്കുമെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ഈ നീക്കത്തെ സ്ത്രീകളെ അപമാനിക്കില്ലെന്ന് വിമർശിച്ചു. ഓരോ നേതാവിന്റെയും പ്രസ്താവനയിൽ വാർത്തകളിൽ നിരന്തരം വന്നിരുന്ന ഒരു കാര്യം സ്ത്രീകൾക്ക് 1500 രൂപ വീതം ലഭിക്കുന്നത് കൊണ്ടാണ് അവർ ടിഎംസി വോട്ടർമാരായത് എന്നാണ്. ഇത് സ്ത്രീകളെ അപമാനിക്കുന്നതല്ലേ? 1500 രൂപയ്ക്ക് ഒരാളുടെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ അവബോധവും നിങ്ങൾ വാങ്ങുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ടിഎംസി അഴിമതിയുടെ പര്യായമായി മുദ്രകുത്തിയ അദ്ദേഹം ജനങ്ങളുടെ മനസ്സ് വിലയ്ക്ക് വാങ്ങുന്ന മനോഭാവത്തോടെ ഒരു സർക്കാരിനെ നയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഇന്ന് ബിജെപി സർക്കാർ 3000 രൂപ നൽകുന്നു. അപ്പോൾ അതിനർത്ഥം എല്ലാ സ്ത്രീകളും ഇപ്പോൾ ബിജെപിയുടെ പക്ഷം ചേരുമെന്നാണോ? ആളുകളെ വിലയ്ക്ക് വാങ്ങുന്ന മനോഭാവത്തോടെ ഒരു സർക്കാരിനെ നയിക്കാൻ കഴിയുമോ? അഴിമതിയും ടിഎംസിയും പര്യായങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ നേരിടേണ്ടി വരുന്ന കനത്ത പരാജയത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുമായി ടിഎംസി നേതാവ് മമതാ ബാനർജി മുന്നോട്ടു പോവുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ബിജെപി മുഖ്യമന്ത്രി അധികാരമേറ്റ സാഹചര്യത്തിൽ ബിജെപിയെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കണമെന്ന് മമതാ ബാനർജി പറയുകയായിരുന്നു. 15 വർഷത്തെ ഭരണത്തിനു ശേഷം ടിഎംസിയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുത്ത ബിജെപിക്കും സുവേന്ദു അധികാരിക്കുമെതിരെ പോരാടാൻ പശ്ചിമ ബംഗാളിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിക്കണമെന്നാണ് ടിഎംസി അധ്യക്ഷ മമത ശനിയാഴ്ച ആഹ്വാനം ചെയ്തത്. ദേശീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് മമത ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലും ബിജെപിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പ്രതിപക്ഷ സഖ്യത്തിനുള്ളിലെ ഭിന്നതകൾ വ്യക്തമാക്കുന്നതാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മമതയുടെ പുതിയ നീക്കം. ഇടതുപക്ഷക്കാരും അതിതീവ്ര ഇടതുപക്ഷക്കാർക്കും ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ബിജെപിക്കെതിരെ സഖ്യം രൂപീകരിക്കാൻ ഒന്നിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുവെന്ന് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷികത്തിൽ തന്റെ കാളിഘട്ട് വസതിക്ക് മുന്നിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മമത പറയുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.